വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലപാതകം കേരളം മുഴുവൻ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ചാനലുകളും മാധ്യമങ്ങളും അതുതന്നെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അതിനിഷ്ഠൂരമായ ക്രൂരമായ ഇത്രയും വലിയൊരു കൊലപാതകം നമ്മളാരും കണ്ടിട്ടില്ല. സ്വന്തം ബ്ലഡിലുള്ള ആൾക്കാരെ കൊലപ്പെടുത്തുന്ന രംഗമാണ് കണ്ടിരിക്കുന്നത്. 23 വയസ്സുള്ള അഫാൻ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന്, അതിൻ്റെ മോട്ടീവ് എന്താണ് എന്ന് പോലീസിന് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിന് കുറച്ച് സമയം കൂടെ എടുക്കും. ഇയാൾ സാധാരണഗതിയിൽ ഒരു പെട്ടെന്നുണ്ടായ ഒരു മുൻകോപത്തിൽ ചെയ്തതല്ല. ഇതൊരു പ്രീ പ്ലാൻഡ് മർഡർ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കൊലപാതകം ചെയ്തത്? ഒരു വീട്ടിൽ മാത്രമല്ല കൊലപാതകം, 3 വീടുകളിലാണ് കൊലപാതകം. അത് വിശദമായിട്ട് പോലീസ് അത് പരിശോധിക്കണം. കാരണം എന്തിനാണ് ചെയ്തത്, അയാളുടെ മോട്ടീവ് എന്താണ്? വളരെ വ്യത്യസ്തമായ മോട്ടീവുകൾ ഉള്ളതായിട്ടാണ് നമുക്കിപ്പം തോന്നുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അയാളുടെ ക്രിമിനാലിറ്റിയുടെ ആ പെർസെൻറ്റേജ്, ആ തോത് മറ്റുള്ള ക്രിമിനലിനെക്കാട്ടിലും വളരെ ഉയരത്തിലാണ് നിൽക്കുന്നത്. അതിൻ്റെ പ്ലാനിങ് അത് നമ്മൾ ആലോചിക്കണം. 23 വയസ്സുള്ളൊരു പയ്യനാണ്. ഇത്ര കൃത്യമായിട്ട് എങ്ങനെയാണ് പ്ലാൻ ചെയ്യാൻ പറ്റുന്നത്? അത് സാധാരണഗതിയിലുള്ള ഒരു ക്രിമിനലിൻ്റെ മുകളിലോട്ടാണ് അയാളുടെ ആ റാങ്കിങ്. അതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. 2-3 കാര്യങ്ങളാണ് അതിനകത്ത്. ഓരോ കൊലപാതകങ്ങൾക്കിടയ്ക്ക് പോയി മദ്യപിക്കും. 2 പ്രാവശ്യം മദ്യപിച്ചെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ പോസ്റ്റ് പീരീഡ് അല്ലെങ്കിൽ അറസ്റ്റ് പീരീഡിൽ മദ്യപിക്കുകയാണ്. അപ്പോൾ ഇയാളൊരു നല്ല മദ്യപാനിയാണ്, സൈലൻ്റായ ഒരു മദ്യപാനിയാണ്. അത് വീട്ടുകാരോ ആരും അറിഞ്ഞില്ല. ഇയാൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളാണ് എന്നാണ് പൊതുവെ കരുതുന്നത് ഇപ്പം. എങ്കിലും അതിനുള്ള തെളിവുകൾ പോലീസിന് ലഭിക്കണം. പക്ഷെ മദ്യം കഴിക്കുന്ന ആളാണ്. അത് ഏത് തരമുള്ള മദ്യമാണ്, ഡ്രഗ്സിന് പുറമെയാണോ ഈ മദ്യം കഴിക്കുന്നത്, അതൊക്കെ പോലീസ് വിശദമായിട്ട് നോക്കണം. ഈ ക്രിമിനലിൻ്റെ പ്ലാനിങ് ആണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. കാരണം അയാളുടെ ക്രിമിനാലിറ്റിയുടെ ലെവല്, അത് ആ എയിമ്, പുള്ളി ഉദ്ദേശിച്ച കാര്യം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പഠനം, അത് പോലീസ് നിരീക്ഷിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അയാൾ ആ വല്യമ്മയെ കൊന്ന ശേഷം അവരുടെ മാല എടുത്തു. അത് സാധാരണ മർഡർ ഫോർ ഗെയിൻ ക്രിമിനൽ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അവരെ കൊന്ന് മാല എടുത്തു. അതിനുശേഷം തിരിച്ചു വന്നു. തിരിച്ചു വരുന്ന വഴിക്ക് ഇയാളുടെ പിതാവിൻ്റെ സഹോദരൻ CRPക്കാരൻ ലത്തീഫും ഭാര്യയും, ലത്തീഫ് ഫോൺ ചെയ്തു. അപ്പോൾ ഇയാൾക്ക് സംശയമായി, താൻ ചെയ്ത മർഡർ അത് ഇയാൾ അറിഞ്ഞോ, അല്ലെങ്കിൽ വേറെ ഒരു കൊലപാതകവും ചെയ്തില്ല, വല്യമ്മയെ കൊന്നിട്ട് പോയാൽ, ആ മാല എടുത്തുകൊണ്ട് പോയാൽ ഇയാളാണെന്ന് ഒരിക്കലും ആരും പോലീസ് സംശയിക്കത്തില്ല. അല്ലെങ്കിൽ അവിടുത്തെ CCTV ദൃശ്യത്തിൽ ഇയാളെ കാണണം. അതെന്തായാലും കണ്ടിട്ടുണ്ട്, അവിടെ വന്നു പോയതായിട്ട് റെക്കോർഡും ഉണ്ട്. അപ്പോൾ അത് വല്യമ്മയെ കൊന്നത് താനാണ് എന്ന് കരുതിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ലത്തീഫിനെയും അതുപോലെ തന്നെ ഭാര്യയെയും കൊലപ്പെടുത്തിയത്. അത് കഴിഞ്ഞിട്ട് ഇയാൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ഉമ്മയെ ആദ്യം കൊന്നു എന്നാണ് കരുതിയത്. പക്ഷെ അവരെ കഴുത്ത് മുറുക്കിയിട്ട് അവരെ ചുറ്റികയ്ക്ക് അടിച്ചു. ചുറ്റിയുടെ അടിയുടെ പാടുണ്ട്. അപ്പോൾ ചുറ്റിയ നേരത്തെ കരുതിയിരിക്കുന്നു, തലേദിവസമെങ്കിലും വാങ്ങിച്ചിരിക്കണം. അന്നല്ല വാങ്ങിച്ചത്. അല്ലെ വീട്ടിൽ നിന്ന് അമ്മയെ കഴുത്ത് ഞെരിച്ച് അബോധാവസ്ഥയിലാക്കിയ പോയ ശേഷം തിരിച്ച് ചുറ്റിയ വാങ്ങിച്ചുകൊണ്ട് വരണം. അത് പോലീസ് ആ കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനുശേഷം വീട്ടിൽ ലത്തീഫിനെയും ഭാര്യയും കൊന്ന ശേഷം വീട്ടിൽ വന്നിട്ട് ഇയാളുടെ ഇളയ സഹോദരൻ അഫ്സാൻ, അയാൾ വരുമ്പോൾ അയാളെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിനുശേഷം അയാൾ സ്നേഹിക്കുന്ന ആ പെൺകുട്ടിയെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിനുള്ള അതിബുദ്ധിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇയാൾ വീട്ടിൽ വന്നിട്ട് സ്കൂളിൽ നിന്ന് വരുന്ന ഇളയ അഫ്സാനെ പ്രതീക്ഷിച്ച് നിന്നു. അയാൾക്ക് ഇഷ്ടമുള്ള പദാർത്ഥമാണ് കുഴിമന്തി. അയാളെ വിളിച്ചുകൊണ്ട് നമുക്ക് കുഴിമന്തി വാങ്ങിച്ച് തരാം നിനക്ക് എന്ന് പറഞ്ഞ് കടയിൽ കൊണ്ടുപോയി കുഴിമന്തി ഇടപാട് ചെയ്തിട്ട് അവിടെ ഇരുത്തിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു 3/4 മണിക്കൂർ, അരമണിക്കൂർ എടുത്ത് ഇയാൾ ബൈക്കിൽ അവിടുന്ന് പോയി. ഇയാളുടെ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ ഇയാൾ ബൈക്കിൽ കയറ്റി. ആ ഫർസാന എന്ന കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ട്യൂഷന് പോവുക എന്ന് പറഞ്ഞ് ഇറങ്ങി റോഡിൽ കയറി നിന്നു. ഇയാൾ ബൈക്കിൽ അവിടെ പെട്ടെന്ന് ചെന്നു. അതാണ് പ്ലാനിങ്. നേരെ വീട്ടിൽ കൊണ്ടുവന്നു.
വീട്ടിൽ ആരുമില്ല, ഞാൻ തനിച്ചേ ഉള്ളൂ. അമ്മ അപ്പുറത്ത് മൃതപ്രായമായിട്ട് കിടക്കുന്ന വിവരം ഇവനറിയാം, അല്ലെങ്കിൽ മരിച്ചതായിരിക്കും എന്ന് കരുതിയിട്ടുണ്ടാവും. അവിടെ ആരുമില്ല എന്ന് പറഞ്ഞു. ഇപ്പം കുട്ടിയെ കൊണ്ട് 2ാം നിലയിൽ കൊണ്ട് ഇരുത്തി അവിടെ പ്രവേശിച്ച ഉടനെ തന്നെ അതിനെ കൊന്നിരിക്കുന്നു എന്നുള്ളതാണ്. മുഖത്തും തലയിലും 10-12ഓളം ചുറ്റുകൊണ്ടുള്ള അടിച്ചാണ് കൊന്നിരിക്കുന്നത്. മുഖം വികൃതമാക്കി, മുഖത്ത് ധാരാളം അടിച്ചിരിക്കുന്നു. അപ്പോൾ മുഖം വികൃതമായി, ആളെ തിരിച്ചറിയാത്ത വിധം മുഖം വികൃതമാക്കിയിട്ടുണ്ട്. അതിനുശേഷം നേരെ ഒന്നും അറിയാത്ത പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ആ ചായക്കടയിൽ പോയി, അല്ലെങ്കിൽ കുഴിമന്തി വാങ്ങുന്ന കടയിൽ പോയി സ്വന്തം ഇളയ സഹോദരനെ 7ാം ക്ലാസ്സുകാരനെ വണ്ടിയെ കയറ്റി വീട്ടിൽ കൊണ്ടുവന്നിരുന്നു. കുഴിമന്തിയും അവൻ്റെ ബാഗും കയ്യിലുണ്ട്. വീട്ടിൽ കയറുന്നിടത്ത് വരാന്തയിൽ കുഴിമന്തിയും വെച്ചു, ബാഗും വെച്ച്. മോന്, നമുക്കറിയാം ആ പ്രായത്തുള്ള കുട്ടികൾ നേരെ അമ്മയുടെ അടുത്തിട്ട് ഓടും. അമ്മയുടെ അടുത്ത് പോയി പറയും, കുഴിമന്തി എനിക്ക് വാങ്ങിച്ച് തന്നു ചേട്ടൻ എന്ന് പറയും. അതിന് ഓടുമെന്ന് ഇവൻ അറിയാം. അങ്ങനെ ഓടാൻ നേരത്ത് പിന്നിക്കൂടെ പോയി ചുറ്റിയേക്ക് അടിച്ച് വീഴ്ത്തുകയാണ്. ഹോളിലാണ് ആ കുട്ടിയുടെ മൃതദേഹം കിടക്കുന്നത്. ആ കുട്ടിയുടെ ഒരു കണ്ണിപ്പില്ല. അത്ര ശക്തമായ അടി ചുറ്റിയുകൊണ്ട് മുഖത്തും നെറ്റിയിലും കഴുത്തിൻ്റെ പിന്നിലും അടിച്ചാണ് ആ കൊച്ചിനെ കൊന്നത്. അപ്പോൾ 3 പേരെയും കൊന്നു. അതിനുശേഷം വന്ന് ഇയാൾ ബാറിൽ പോയി 10 മിനിറ്റ് കൊണ്ട് മദ്യപിച്ചു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ കൊലപാതകത്തിനിടയ്ക്ക് മദ്യപിക്കുന്ന സ്വഭാവമുണ്ട്. അത് ബൂസ്റ്റപ്പ് ചെയ്യുകയാണ്. അങ്ങനെയാണ് ആ കൊലപാതകങ്ങളെല്ലാം നടത്തിയത്. അപ്പം തൻ്റെ ഇഷ്ടകാമുകിയെ, ആ കുട്ടിയെ കൊല്ലാനായിട്ട് ശ്രമിച്ചത്, അതേ ആ ക്രിമിനാലിറ്റിയാണ് നമ്മളെ ആകർഷിക്കുന്നത്. അനിയനെ കൊണ്ടേ ഹോട്ടലിൽ ഇരുത്തി അവന് ഇഷ്ടമുള്ള കുഴിമന്തി ഇതാ വാങ്ങിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവനവിടെ സന്തോഷിച്ചിരിക്കും. പക്ഷേ ആ കൊച്ചിനെ കൊന്ന ശേഷം, ഇളയ കുട്ടിയെ കൊന്ന ശേഷം, ആ ഡെഡ് ബോഡിയുടെ ചുറ്റും 500 രൂപയുടെ നോട്ട് വിതറിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ മാനസികാവസ്ഥ നമുക്കറിയില്ല എന്താണെന്ന്. അപ്പോൾ അത് പോലീസ് ശ്രദ്ധിക്കണം. ഇത് പറയുന്നതിൻ്റെ ഉദ്ദേശം, കൊലപാതകത്തിന് ശേഷം വീട്ടിൽ കുളിച്ച് തൻ്റെ ശരീരത്തിലുള്ള ബ്ലഡ് സ്റ്റെയിൻസ് എല്ലാം കളഞ്ഞ് ആ ഡ്രസ്സെല്ലാം മാറ്റി, ആ ഡ്രസ്സ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. അത് നനച്ചു വെച്ചോ, ബ്ലഡ് സ്റ്റെയിൻസ് ഒഴുക്കിക്കളഞ്ഞോ, അതോ അത് കത്തിച്ച് കളഞ്ഞോ അറിയില്ല. എന്തായാലും നല്ല അലക്കി തേച്ച പാൻറ്റും ഷർട്ടും ഇട്ട് സന്തോഷവനായി ആ ബൈക്ക് വീട്ടിൽ തന്നെ വെച്ച് അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച്, ഓട്ടോയിൽ പോലീസ് സ്റ്റേഷനിലല്ല വന്നത്, പോലീസ് സ്റ്റേഷനിൽ പോകണമെന്ന് ഓട്ടോക്കാരനോട് പറഞ്ഞില്ല, അതിന് തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിൽ പോകണം എന്ന് പറഞ്ഞ് വർക്ക്ഷോപ്പിലേക്ക് ചെന്നു. അവിടുന്ന് ഇറങ്ങി നടന്നാണ് പോലീസ് സ്റ്റേഷനിൽ പോയത്. ഇവിടൊക്കെയാണ് അയാളുടെ അതിബുദ്ധി നമ്മൾ കാണേണ്ടത്. ഒരു ക്രിമിനലിൻ്റെ ബുദ്ധി അപ്പുറമാണ് ആ ബുദ്ധിയുടെ സഞ്ചാരം. അതുകൊണ്ട് പോലീസ് ഇത് ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ ഒരു ക്രൈം ചെയ്യാൻ കാരണം? സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എന്ന് പൊതുവെ പറയുന്നുണ്ട്. അത് വീട്ടുകാർ ആ സാമ്പത്തിക ബുദ്ധിമുട്ട് നിവരാൻ വേണ്ടി കുടുംബ പ്രോപ്പർട്ടി വിൽക്കാനായിട്ട് ലത്തീഫും ഭാര്യയും സമ്മതിച്ചില്ലാത്തതുകൊണ്ട് അവരെ കൊന്നു എന്ന് പറയുന്നുണ്ട്. വല്യമ്മയെ കൊന്നത് പണത്തിന് വേണ്ടി തന്നെയാണെന്നും അതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൂടാതെ വല്യമ്മയുടെ ഒരു വൈരാഗ്യം വരാൻ കാരണം, ഈ പെൺകുട്ടിയെ ആ വല്യമ്മയുടെ വീട്ടിൽ നിർത്തണം എന്ന് പറഞ്ഞു. അതിന് അവർ തയ്യാറായില്ല. ഈ വീട്ടുകാർ എല്ലാവരും ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്നതിൽ എതിർപ്പാണ് എന്ന് പറയുന്നുണ്ട്. പെൺകുട്ടിയുടെ വീട്ടുകാർ, ഉമ്മയും സഹോദരനും ഈ വിവാഹത്തിന് അവർ തൃപ്തരായിരുന്നു എന്നും വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ എന്തുകൊണ്ട് ഇത്രയും കൊലപാതകം ചെയ്തിട്ട് ഇയാൾ ആത്മഹത്യ ചെയ്തില്ല? ഈ പ്രതി എന്തുകൊണ്ട് 21 വയസ്സുകാരൻ ഇത്ര ക്രൂരമായ കൊലപാതകം ആസൂത്രണം ചെയ്ത് അത് കൊന്ന ശേഷം എന്തുകൊണ്ടാണ് അയാൾ ആത്മഹത്യ ചെയ്യാത്തത്? അയാൾ വിഷം കഴിച്ചു എന്ന് പറയുന്നുണ്ട്. അത് അയാളുടെ മരണത്തിലേക്ക് നയിക്കാനുള്ള ക്വാണ്ടിറ്റി ഇല്ല എന്ന് ഞാൻ കരുതുന്നു. ഇതിനു മുമ്പും വീട്ടുകാരെ വിരട്ടി വിഷം കഴിച്ച് എന്ന് പറഞ്ഞ് ഇയാളൊരു മൊബൈൽ ഫോൺ വീട്ടുകാരിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇയാൾ 21 വയസ്സുള്ള ഈ പയ്യൻ്റെ 15-16 വയസ്സ് മുതൽ 6-7 വർഷം കൊണ്ട് അയാളുടെ മാനസികമായ അവസ്ഥ ഇങ്ങനെ രൂപപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നാൻ കാരണം ആ ക്രിമിനാലിറ്റിയാണ്. അതെവിടുന്ന് പഠിച്ചു? ഇയാൾക്ക് എക്സ്പീരിയൻസ് പ്രീവിയസ് ഇല്ല. അത് മുഴുവൻ പഠിച്ചത് OTT പ്ലാറ്റ്ഫോമിൽ അക്കൗണ്ട് ഇയാൾക്കുണ്ടോ എന്ന് നോക്കണം. ഇയാൾ സ്ഥിരമായിട്ട് കാണുന്നത് ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ് എന്നും നമ്മൾക്ക് നോക്കേണ്ടിയിരിക്കുന്നു പോലീസിനെ. ഇയാൾ ഡാർക്ക് വെബിലെ സഞ്ചാരകനാണോ
അതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടോ നോക്കണം. ഗൂഗിൾ ഹിസ്റ്ററി ഇയാളുടെ തീർച്ചയായിട്ടും പോലീസ് നോക്കും എന്ന് ഞാൻ കരുതുന്നു. OTTയിൽ ഏതൊക്കെ സിനിമ കണ്ടു അതും നോക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ ഇതിലെ ഭീകരമായ കൊലപാതകങ്ങൾ ധാരാളം OTTയിൽ കാണാം. മലയാള സിനിമയിൽ ഇപ്പോൾ അത് A സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് രംഗത്ത് വന്നു കഴിഞ്ഞത് നമുക്കറിയാം. കുട്ടികളുടെ മനസ്സ് മലിനമാക്കാനും ഇതുപോലുള്ള ക്രൈം ചെയ്യാനുള്ള അവർക്കുള്ള അതിബുദ്ധി കൊടുക്കുന്ന സിനിമകൾ മലയാളത്തിൽ നിരോധിക്കണം. അത് തീർച്ചയായിട്ടും അത് A സർട്ടിഫിക്കറ്റുമായിട്ട് വന്നാലും ശരി, സംസ്ഥാന സർക്കാർ കൾച്ചർ വിങ് അതിപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ ബാൻ ചെയ്യണം കേരളത്തിൽ. അതിവിടെ പ്രദർശിപ്പിക്കരുത്. മലയാളം പ്രൊഡ്യൂസേഴ്സ് ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം. സിനിമാ പ്രൊഡ്യൂസേഴ്സും അത് ശ്രദ്ധിക്കണം. അതിന് കേരളത്തിൽ അവകാശമുണ്ട്. A സർട്ടിഫിക്കറ്റ് കിട്ടിയെങ്കിലും അത് ഇവിടെ പ്രദർശനം പാടില്ല. നമ്മുടെ സമൂഹത്തിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് അത് ഇവിടെ പ്രദർശിപ്പിക്കാൻ പാടില്ല. കാരണം 2-3 സിനിമകൾ ഞാൻ ചെറിയ രീതിയിലൊക്കെ കണ്ടതിനകത്ത് കുഞ്ഞുകുട്ടികളെ എങ്ങനെയാണ് തൂക്കിക്കൊല്ലുന്നത്, ഒരാളെ എങ്ങനെയാണ് വെട്ടിക്കൊന്നിട്ട് എവിഡൻസ് നശിപ്പിക്കേണ്ടത്, ഇതൊക്കെയാണ് മലയാളത്തിലെ പുതിയ സംവിധായകരും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മലയാള സിനിമ ഇവിടുത്തെ ഈ മലയാളത്തിലെ കുടുംബങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സിനിമകൾ A സർട്ടിഫിക്കറ്റായിട്ട് വന്നാലും കേരളത്തിൽ അത് ബാൻ ചെയ്യണം. അത് OTT അത് വരട്ടെ, അതിന് വേറെ നടപടി നമുക്ക് എടുക്കാം. ഈ പയ്യൻ്റെ 21 വയസ്സുകാരൻ്റെ ക്രിമിനാലിറ്റിയിൽ നോക്കുമ്പം എങ്ങനെയാണ് കഴിഞ്ഞ 7-8 വർഷം കൊണ്ട് ഇയാളുടെ മനസ്സ് ഈ രീതിയിൽ രൂപപ്പെട്ട് വന്നതാണ്, ഒരു നിമിഷം കൊണ്ടുണ്ടായതല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇയാൾ ബ്ലൂ വെയിലിനകത്ത് സഞ്ചരിച്ചിട്ടുണ്ടോ നോക്കേണ്ടിയിരിക്കുന്നു. ഇയാൾ ഫ്രീ ഫയർ പോലെയുള്ള ഈ എല്ലാ ഗെയിം ഷോട്ടുകൾ അതിനകത്ത് വെടിവെക്കുന്നതുണ്ട്, അതുണ്ടോ എന്ന് നോക്കണം. കാരണം ഇത് പറയാൻ കാരണം ആ ഓട്ടോക്കാരൻ പറയുന്നത് ആ പോലീസ് സ്റ്റേഷൻ അടുത്തുകൊണ്ട് വിട്ടപ്പം ഇയാൾ നല്ല ഫ്രഷായിട്ട് കുളിച്ച് അത് നല്ല ഡ്രസ്സ് ചെയ്ത് വരുമ്പോഴും അത്രയും സമയം യാത്ര ചെയ്ത സമയം മൊബൈലിനകത്ത് 2 കൈയും ചലിപ്പിച്ചുകൊണ്ട്, നമ്മളൊക്കെ ഒരു കൈ ചലിപ്പിക്കും, ഇത് 2 കൈ കൊണ്ടും ലാപ്ടോപ്പിലൊക്കെ 2 കൈ ഉപയോഗിക്കുന്ന പോലെ മൊബൈലിൽ 2 കൈ ഉപയോഗിച്ചിട്ടാണ് ഓരോരോ സീൻ മാറ്റിക്കൊണ്ടിരുന്നത്. എന്നിട്ട് മുഖത്ത് നല്ല ഒരു ചിരിയുടെ അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ അന്തരീക്ഷമായിരുന്നു ആ മുഖത്ത് പ്രതിഫലിച്ചുകൊണ്ടിരുന്നത് എന്ന് ആ ഓട്ടോക്കാരൻ പറയുന്നു. 6 പേരെ അല്ലെങ്കിൽ 5 പേരെ കൊന്നിട്ടും അമ്മയെ കൊന്നുവെന്ന് വിശ്വസിച്ചു വരുന്ന 6 പേരെ കൊന്നുവെന്ന് പറഞ്ഞ അവൻ്റെ മുഖഭാവം ഇമ്മീഡിയറ്റായിട്ട് കണ്ട വ്യക്തിയാണ് ഓട്ടോക്കാരൻ. അയാളുടെ നിരീക്ഷണം വളരെ കൃത്യമാണ്. അതുകൊണ്ട് ഇയാൾ എങ്ങനെയാണ് രൂപപ്പെട്ടത്, ഒരു നിമിഷം കൊണ്ട് വെള്ളമടിച്ചുകൊണ്ട് വന്നതല്ല. ഇത് കുറേ വർഷങ്ങളായിട്ട് അയാളുടെ മനസ്സ് ഈ രൂപത്തിലേക്ക് മാറി ഇതേ രീതിയിലുള്ളൊരു നല്ല ക്രിമിനലിൻ്റെ ഒരു മൈൻഡായിട്ട് വന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷനാണ്. ലാപ്ടോപ്പിൽ അത് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ലാപ്ടോപ്പ് വീട്ടിലുണ്ടോ എന്ന് നോക്കണം, അത് റിക്കവർ ചെയ്യണം. അതുപോലെ ഏതൊക്കെയാണ് ഇയാളുടെ മൊബൈലിൽ കൂടെ കണ്ടെത്തിയത്, അതിന് വേറെ മൊബൈൽ ഉണ്ടോ എന്നും കൂടെ നോക്കണം. എത്ര മൊബൈൽ ഇയാൾക്കുണ്ട് ഇതൊക്കെ നോക്കണം. ഇയാൾക്കൊരു ബുള്ളറ്റ്, ഒരു 2 വീലർ, ഒരു ബൈക്ക് അയാൾക്കുണ്ട്. അതിനുള്ള പണം ഇയാൾ ഉണ്ടാക്കുന്നുണ്ട്. ഇയാളൊരു ലക്ഷറി ലൈഫിൽ തന്നെയാണ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കടമെന്നൊക്കെ പറയുന്നത് വെറുതെ പറയുന്നതാണ്. കാരണം അയാൾക്ക് ചിലവാക്കാനുള്ള പണം കിട്ടാനുള്ള മാർഗം അത് വല്യമ്മയെ കൊന്നാലും ശരി, വീട്ടിലെ അമ്മയെ കൊന്നാലും ശരി, അമ്മയെ ഭീഷണിപ്പെടുത്തി എത്രയോ പ്രാവശ്യം പണം വാങ്ങിച്ചിട്ടുണ്ട്. ആ അമ്മ ഇന്ന് ശകലം ബോധം വന്നപ്പം ഇളയ കുട്ടിയുടെ കാര്യമാണ് ഓർമ്മ. മൂത്തവനെ അമ്മയെ തല്ലിയെന്നും അടിച്ചു എന്നൊക്കെ അവർക്കറിയാം. അങ്ങനെ ഉണ്ടായ മുറിവ് കട്ടിലയിൽ നിന്ന് വീണതാണെന്ന് അവർ പറയുകയും ചെയ്തിരിക്കുന്നു പോലീസിൻ്റെ അടുത്ത്. അതേസമയത്ത് ഇളയ മോന് എന്ത് സംഭവിച്ചു ഇങ്ങനെയുള്ള കാര്യം അവർക്കറിയില്ല. അവർ പറയുന്നത് ഇളയ മോൻ്റെ കാര്യം ചോദിച്ചപ്പോൾ കുഴപ്പമില്ല, അവൻ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ അമ്മയ്ക്ക് ആശ്വാസമായി. അതിനപ്പുറമുള്ള ഒരു കാര്യവും ഒരു മർഡറും അവർക്കറിയില്ല. അതുകൊണ്ട് അതേപ്പറ്റി പറയാനൊന്നും അവർക്ക് കഴിയില്ല, ത്രാണിയില്ല. അവർ പറയാനും ഒട്ടും അറിയില്ല. കാരണം അവർ അത് മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് പോലീസ് ഇവൻ്റെ ക്രിമിനാലിറ്റി ആയിട്ടുള്ള ആ മനസ്സിൻ്റെ രൂപീകരണം അതിലേക്ക് പോലീസ് വരണം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അവൻ്റെ ആ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ അവൻ ആരാണ്, എന്താണ്, എങ്ങനെയാണ് ആ മനസ്സ് അങ്ങനെ രൂപപ്പെട്ടതെന്ന് പോലീസ് കണ്ടെത്തണം. അത് തന്നെയാണ് ഈ കൊലപാതകത്തിൻ്റെ കാരണം.